ഇതൊക്കെ ഓൺലൈനല്ലേ ഏറ്റവും കൂടുതൽ ടഫ് മാത്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ മാത്സിനെ എളുപ്പമാക്കാൻ വേണ്ടി മോൾ ചെയ്ത ഐഡിയകൾ എന്തൊക്കെയാണ്? ഞാൻ ജനുവരിയിൽ കുറേ പേപ്പർ പ്രാക്ടീസ് ചെയ്തു. അതിന്റെ കൂടെ എഴുതി പഠിച്ചു, കുറെ കാര്യങ്ങൾ എഴുതി പഠിച്ചു, കുറെ ബുക്ക് എനിക്ക് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ക്ലാസ്സിൽ തന്നെ എഴുതി പഠിച്ചു, പിന്നെ കുറെ ക്ലാസ് റീവാച്ച് ചെയ്തു. അങ്ങനെ നമുക്ക് ഇനി വേറെ ഒന്നും പറയാനല്ലോ. ഹായ് മകളെ, മാനന്തവാടിയിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്തേക്ക് എത്തിയതാണ്. സൈലത്തിലേക്ക് വന്നതാണ്. പേര് മാളവിക, 10ാം ക്ലാസ് ഇപ്പം കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. എന്തിനാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിസൾട്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. ഏകദേശം എത്ര A+ കിട്ടും? ഫുൾ A+ കിട്ടുന്നുള്ള കോൺഫിഡൻസ് ഇപ്പം തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അത് കിട്ടട്ടെ. എങ്ങനെയാണ് സൈലത്തിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്, കാണുന്നത്, അറിയുന്നതൊക്കെ? ഫ്രണ്ട്സ് കാണുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഞാൻ 10ാം ക്ലാസ് വരെ കാണുന്നില്ലായിരുന്നു. പിന്നെ വല്യച്ഛനാണ് പറഞ്ഞത് 10ാം ക്ലാസ്സിൽ ഏപ്രിൽ എത്തിയപ്പോൾ ട്യൂഷൻ ഉണ്ട്, പറഞ്ഞ അങ്ങനെയാണ് കരുതുന്നത്. വല്യച്ഛനാണോ മോളെ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചു? അത് ശരി. മുമ്പ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ 10ലാണ് അസ്ത്ര ബാച്ചിലാണ് തുടങ്ങുന്നത്. അസ്ത്ര ബാച്ചിൽ. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കുന്നതൊക്കെ? പൊതുവെ കുട്ടികളൊക്കെ പറയാറുണ്ട് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പഠിക്കണം എന്നുണ്ട്, ഞാൻ പഠിക്കും. അപ്പോൾ എന്നോട് പഠിക്കുന്ന നേരത്തെ പഠിച്ചോളം പറയും. അങ്ങനെ എല്ലാത്തിനും കൂടെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു മൊമെന്റ് മോക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള തുടക്കകാലത്തുള്ള പഠനമൊക്കെ? എങ്ങനെയായിരുന്നു ഏകദേശം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഒരു ഓഗസ്റ്റിൽ എനിക്ക് എങ്ങനെ പഠിക്കണ്ടേന്ന് അറിയില്ലായിരുന്നു. ആ സിലബസ് മാറി. പിന്നെ ഓഗസ്റ്റിൽ എക്സാം ആകുമ്പം ടഫായി. ഓൺ എക്സാം അപ്പൊ ടഫായി. അപ്പൊ എനിക്കാണ് ഈ മാർക്കൊക്കെ കുറയാൻ തുടങ്ങി. ആകെ ഒരു ടെൻഷനായിരുന്നു. ഒരു ക്രിസ്മസ് വരെ ഫുൾ ടെൻഷനായിരുന്നു. അത് ക്രിസ്മസ് എക്സാമിനൊക്കെ ഞാൻ കരഞ്ഞു എക്സാം എഴുതി. അതിനുശേഷം പിന്നെ ജനുവരി ഫെബ്രുവരി ഒക്കെയാണ് ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട്. ഞാൻ കുറേ മാത്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫ്. അപ്പം കുറേ പ്രാക്ടീസ് ചെയ്തു. പിന്നെ എല്ലാ ക്ലാസ്സും പിന്നെ റീവാച്ച് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ബാക്ക്ലോഗ്സുകൾ വരാറുണ്ട്. അതായത് നമ്മൾ ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ആവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഈ നമ്മുടെ ഷെഡ്യൂൾ ഉണ്ടല്ലോ ക്ലാസ്സുകൾ, മോൾ ഏത് സമയമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത്? അത് അസ്ത്ര ബാച്ച് നൈറ്റ് ആണ്. അപ്പൊ ലൈവുകൾ കാണാറുണ്ടോ? അല്ലെ ലൈവ് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും കാണാറുള്ളത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സംസാരിക്കുന്നൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നാലും കുറച്ചൊക്കെ നല്ലതാണ് അല്ലേ? അപ്പം ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജികളായിരിക്കും. തീർച്ചയായിട്ടും അസ്ത്ര ബാച്ചിനെ പറ്റി മോൾക്ക് അഭിപ്രായം എന്താ? അസ്ത്ര ബാച്ച് ഇപ്പൊ എന്താ പറയാ, അത് ആയിരുന്നു എനിക്ക് ഇങ്ങനൊരു മാർക്ക് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോഴും എനിക്കിപ്പോ സ്കൂളിലെ ക്ലാസ്സുകൾ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഈ ഓൺലൈൻ ട്യൂഷന്റെ ഇതാണ്, നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് സെലക്ട് ചെയ്യാം. പക്ഷെ സ്കൂളിലാകുമ്പോൾ അവർ നമ്മളെയാണ് സെലക്ട് ചെയ്യാൻ. അപ്പൊ എനിക്ക് വേണ്ടപ്പോ കാണാം, പിന്നെ റീവാച്ച് ചെയ്യാം, അടുത്ത പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നല്ല ഒരു സപ്പോർട്ടായിരുന്നു. നല്ല ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ സൈലത്തിന്റെ? നല്ല ഫ്രണ്ട്ലി. അപ്പൊ അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ടഫ് മാത്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ മാത്സിനെ എളുപ്പമാക്കാൻ വേണ്ടി മോൾ ചെയ്ത ഐഡിയകൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു പഠന രീതികളൊക്കെ? ഞാൻ ജനുവരിയിൽ കുറേ പേപ്പർ പ്രാക്ടീസ് ചെയ്തു. അതിന്റെ കൂടെ എഴുതി പഠിച്ചു, കുറെ കാര്യങ്ങൾ എഴുതി പഠിച്ചു, കുറെ ബുക്ക് എനിക്ക് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ക്ലാസ്സിൽ തന്നെ എഴുതി പഠിച്ചു, പിന്നെ കുറെ ക്ലാസ് റീവാച്ച് ചെയ്തു. അങ്ങനെയൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ? സ്റ്റാർട്ടിങ്ങിൽ മാത്സിലെ മാർക്കും ഇപ്പൊ ഏകദേശം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? മാത്സ് ഒന്നുമില്ല, മാത്സ് തന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഫസ്റ്റില് ഓൺ എക്സാം എനിക്ക് നല്ല ലോ മാർക്കാണ്. ഓർമ്മ ഉണ്ടോ എത്രയാണ് മാർക്ക്? +B 58 റേഞ്ചിൽ, നല്ല റേഞ്ചിൽ. പിന്നെ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ് മോഡലിനാകുമ്പോൾ നല്ലോണം നല്ല മാർക്ക് കിട്ടി. പിന്നെ പബ്ലിക് എക്സാമിന് വന്നപ്പോൾ 76 78 ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത്. 80 നിങ്ങൾ ആലോചിക്കണം. അത്രയധികം എക്സാം അത്യാവശ്യം ടഫായിരുന്നു. എല്ലാ കുട്ടികളും എളുപ്പമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ എക്സാം വരെ എന്താക്കാൻ പറ്റിയിട്ടുണ്ട്, എളുപ്പമാക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളിയാണ്. ഇനി വരുന്ന 10ാം ക്ലാസ്സുകാരോട് എന്താണ് മോക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അസ്ത്രയിൽ കയറുക, എന്നിട്ട് അതിൽ പറ്റുന്ന എല്ലാ ക്ലാസ്സും കാണുക. ആദ്യം മുതലേ പഠിക്കേണ്ടതുണ്ടോ? തീർച്ചയായും ആദ്യം പഠിക്കേണ്ട, അല്ലേ കുടുങ്ങി പോകും. അതായത് കുറച്ച് പഠിക്കുക. അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് കുറേ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടില്ല. അപ്പം വേറെ എന്തെങ്കിലും സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നോ? അല്ലെ സൈലത്തിന്റെ ക്ലാസ്സുകൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താണ്? എന്തെങ്കിലും പറയാൻ ഓർമ്മയിലുണ്ടോ? ക്ലാസ്സുകളുടെ രീതി, പഠിപ്പിക്കുന്ന രീതി, അല്ലെ സമയം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റുമല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലുത്. പിന്നെ വേണമെങ്കിൽ അത് മുഴുവൻ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഇരുന്ന് കാണാം. നേരത്തെ വല്യച്ഛനും അതേപോലെ അച്ഛനൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ 11 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. 11 മണിക്കൂർ ഞാൻ മാത്സ് ആണ്. ബാക്കിയുള്ളത് കണ്ടില്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മാത്സ് ക്ലാസ് കണ്ടിട്ടുണ്ട്. അത്ര അഡിക്റ്റഡ് ആണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ? സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
അല്ലെങ്കിൽ ഇങ്ങനെ കുറെ മാർക്ക് വാങ്ങുക അങ്ങനെ അങ്ങ് പോയതാണോ, അല്ലെങ്കിൽ സബ്ജക്റ്റിനോട് ഇഷ്ടം? അത് എനിക്ക് മെയിൻലി പറയുകയാണെങ്കിൽ ജോഗ്രഫി അതെനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്ന് വെച്ചാൽ അത് ഞാൻ ഫുൾ കാണാപ്പാടം പഠിക്കായിരുന്നു 9ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് 10ല് ഫൈസൽ സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങി മുതൽ ഞാൻ അത് അല്ലാതെ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് ജോഗ്രഫിനോട് കുറച്ചെങ്കിലും ഇഷ്ടം തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ മാത്സിന്റെ കാര്യം പറയാൻ ക്രിസ്മസ് എക്സാം അടുത്തിട്ടാണ് എഴുതിയത്. അപ്പൊ അത് കഴിഞ്ഞ് ജനുവരിയിലാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് പറ്റും എന്ന് തോന്നിയത്. മാർച്ച് എത്തിയപ്പോഴാണ് എനിക്ക് പറ്റും തോന്നിയത് ഇങ്ങനെ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെടും നമ്മളിങ്ങനെ കുറച്ച് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഏറ്റവും അടിപൊളിയാക്കാം. ഇനി എന്താ പ്ലാന്? ഇനി +1 ഏതെടുക്കണം വിചാരിക്കുന്നത്? സ്ഥലത്ത് തന്നെ ഉണ്ടോ? ഞാൻ അഗ്നി ബാച്ച് അല്ല ജോയിൻ ചെയ്യാണ്ട് അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഇനി വേറെ എന്തെങ്കിലും കുട്ടിയോട് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടോ അഡീഷണൽ ആയിട്ട് നമുക്ക് മനസ്സിലുള്ളതോ? അസ്ത്ര ബാച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ബാക്കിയുള്ള ട്യൂഷനേക്കാളും കുറച്ച് ലോ ആയിട്ടുള്ള എന്താ പറയുക പൈസയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നല്ല ക്ലാസ്സുകളാണ്, നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് മുതലേ പഠിച്ചു തുടങ്ങാൻ പറ്റും. ഇപ്പോൾ ഏപ്രിലേ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അസ്ത്ര ബാച്ചിൽ ചേർന്നാൽ വളരെ നല്ലതായിരിക്കും. ഇൻസ്റ്റാലാണ് മൈൻഡ് മാപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു യൂസ് ചെയ്യുന്നത്? അത് ഇൻസ്റ്റാളൊക്കെ ഞാൻ ഒരു പാഠം പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് നോക്കാം, അത് നോക്കി പഠിക്കും. പിന്നെ മാത്സിന്റെ ഒക്കെ ആണെങ്കിൽ ഫോർമുലകൾ ഉണ്ടാവല്ലോ, അത് എഴുതിയെടുക്കുക. പെട്ടെന്ന് ക്വിക്കായിട്ട് റിവിഷൻ ഒക്കെ ഇത് നടക്കും. അപ്പം വയനാട് നിന്ന് ഇത്രയും ദൂരം ഇവിടേക്ക് വന്നത് നമ്മളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് നമ്മളെ ആരെയും കാണാൻ പറ്റാതെ വിഷമിച്ച് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്ന് നമ്മളിങ്ങനെ വിളിച്ചു. അങ്ങനെയാണ് മോളോട് ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇനി റിസൾട്ടുകളൊക്കെ വന്നിട്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണണം. നമുക്ക് ഇനി വേറെ ഒന്നും പറയാനല്ലോ. അപ്പം ഇനി വരാൻ പോകുന്ന 10ാം ക്ലാസ്സിൽ ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്താലോ? ഓൾ ദ ബെസ്റ്റ്.